ഹലോ, ഇന്ന് രണ്ടാം ഉത്സവ ദിവസമാണ്. ഞാൻ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇവിടെ വന്നപ്പോഴേക്കും അന്നദാനത്തിനുള്ള സാധനമൊക്കെ സെറ്റാക്കി വെച്ചു. ഞാൻ എത്തിയപ്പോൾ 10:30 കഴിഞ്ഞു. ഇവിടെ പാഴ്സൽ കൗണ്ടറിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. ആളുകളൊക്കെ 11 മണിയാകും മുമ്പേ വന്നു തുടങ്ങി. 11 മണിക്കാണ് അന്നദാനം തുടങ്ങുന്നത്. ഇവിടെ 2 സ്ഥലത്തായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. തിരക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ചോറ് രണ്ടാമതും കൊടുക്കും, പുളിശ്ശേരിയും ഉണ്ട്, പിന്നെ പായസവും. ഇതൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടു കൊടുക്കും. ഞാൻ പാത്രം കൊടുക്കാനാണ് നിന്നത്. പാത്രം കൊടുത്തിട്ട് ഇടയ്ക്ക് ഞാൻ വെള്ളം ഒഴിക്കാനും പോയി. അങ്ങനെ 2 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ കൗണ്ടർ അടച്ചു. ഇനി ഒരു കൗണ്ടർ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കഴിച്ചതിന് ശേഷം ഇവർ പോയി കഴിക്കും. ഇഞ്ചി ഉണ്ടായിരുന്നു, തീർന്നു പോയി. ഇഞ്ചി, കിച്ചടി, അവിയൽ, സാമ്പാർ, ചോറ്. 8 മണിക്ക് എന്താ പാൽ പായസം എന്ന് പറയില്ല. പിന്നെ പുളിശ്ശേരിയും പാൽ പായസവും. അങ്ങനെ വിളമ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ തേങ്ങ ഒതുക്കിയാണ്. നാളെ അന്നദാനത്തിനുള്ള തേങ്ങയാണ്. ഇവിടെ തേങ്ങ ഒതുക്കുമ്പോൾ മേശയൊക്കെ മടക്കിയിട്ട് കസേരയൊക്കെ നേരെ പിടിച്ചിടുകയാണ് വൈകിട്ടത്തെ പ്രോഗ്രാമിന് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി. അങ്ങനെ 3 മണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. വൈകിട്ടായപ്പോൾ മഴയൊക്കെ പെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ട് വന്നു. 7:30 ആയി. ഉത്സവ വിളക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പരിപാടി തുടങ്ങി. ഇന്ന് 2 പ്രോഗ്രാമുള്ള. ആദ്യത്തേത് തത്വമസി മുറമേലിൻ്റെ കൈകൊട്ടിക്കളി. പിന്നെ കൈകൊട്ടി കളിയിൽ നല്ല പാട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ അതിനൊപ്പം ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഗുരുകൃപ കൊലയക്കോടിൻ്റെ നൃത്താർച്ചന. നാളെ ചക്ക എരിശ്ശേരിയുണ്ട്. അപ്പോൾ അതിനുള്ള ചക്കയൊക്കെ ഇവിടെ വെട്ടി ഇറുത്തിടുകയാണ്. ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. 3-ാം ഉത്സവ ദിവസമാണ്. ഇന്ന് നാഗരൂട്ടുണ്ട്. അകത്തു നിന്ന് നേരെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് കണ്ടു. പിന്നെ കുറച്ച് നേരം കമ്മിറ്റിയിൽ അവിടെ നിന്നപ്പോൾ പയ്യന്മാരൊക്കെ ഫുഡിൻ്റെ സാധനമൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി പോയി. ഞാൻ ഫുഡ് കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ അമ്പലത്തിലേക്ക് കയറി നാഗരൂട്ട് കാണാൻ വേണ്ടി. ഫ്രണ്ടിൽ മതിലുണ്ടായതുകൊണ്ട് എന്നെ നേരെ കാണാൻ പറ്റിയില്ല. പിന്നെ ഫോണ് മതിലിൻ്റെ മണ്ടേ കൂടെ വെച്ച് വീഡിയോ എടുത്തു. നാഗരൂട്ടിൽ പുളുവൻ പാട്ടുമുണ്ട്. നാഗരൂട്ടിൻ്റെ തീർത്ഥം കൊടുക്കുന്നു. ഇന്ന് വിളമ്പുന്ന സ്ഥലത്ത് നേരത്തെ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പായസം കൊണ്ടുപോയി വിളമ്പാനുള്ള ജോലിയാണ് കിട്ടിയത്. ഇത് സദ്യ പോലെയല്ല, അതുകൊണ്ട് തന്നെ പായസം തുടർച്ചയായി കൊണ്ട് നടക്കണം. കൊണ്ടുവന്ന് കൈ വയ്യ. ഞാൻ വെള്ളമൊക്കെ മറ്റേ കൈയുടെ സപ്പോർട്ടോടെയാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ അന്നദാനമൊക്കെ കഴിച്ചു. ചില കറിയൊക്കെ തീർന്നു പോയി. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കസേര മേശയൊക്കെ പിടിച്ചിട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. ഇന്ന് പുഷ്പാഭിഷേകമുണ്ട്. അതോടൊപ്പം തന്നെ കുങ്കുമാഭിഷേകവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയുടെ പരിപാടിയുണ്ട്, അത് കാണാൻ വേണ്ടി പോകാമെന്ന് വെച്ചിരുന്നു. കുങ്കുമാഭിഷേകം എൻ്റെ ചേച്ചിയുടെ മോൻ്റെ പേരിലാണ്. പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി നിന്നപ്പോൾ മഴയൊക്കെ പെയ്തു.
അങ്ങനെ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ പറ്റാതെയായി. അങ്ങനെ അമ്മയുടെ തിരുവാതിര കളിയെ മിസ്സായി. പിന്നെ അമ്മയുടെ കൈകൊട്ടി കാൽഭാഗം തൊട്ട് കണ്ടു തുടങ്ങി. ഉത്സവം തുടങ്ങി എല്ലാ ദിവസവും മഴ ഉണ്ടായിരുന്നു. ഈ മഴ ഘോഷയാത്രയ്ക്ക് ഉണ്ടാകുമെന്ന് അറിഞ്ഞൂടാ, എങ്കിൽ ഘോഷയാത്ര കുളമാവും. അന്ന് മഴ പെയ്യാതിരിക്കാനൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മയുടെ പരിപാടി കാണാനെത്തി. അമ്മയുടെ ടീമിൻ്റെ പേര് ദേവി തിരുവാതിര സംഘം, അല്ലെങ്കിൽ കോലിയക്കോട്. പിന്നെ ഈ അമ്പലത്തിന് അടുത്തുള്ള മറ്റൊരു ടീമുണ്ട്, ടീം ശ്രീ ദുർഗ. അവരുടെ പരിപാടിയും അമ്മയുടെ പരിപാടി കഴിഞ്ഞിട്ടാണ്. ശ്രീ ദുർഗയുടെ പരിപാടിക്കിടയിൽ മറ്റൊരു നൃത്ത ഗ്രൂപ്പിൻ്റെ നൃത്തങ്ങളും ഉണ്ടായിരുന്നു. അത് തീപ്പുകൾ ഡാൻസ് സ്കൂളിൻ്റെയാണ്. അമ്പലത്തിൽ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെങ്കിലും പൗരസമിതിയുടെ വകയായിട്ട് ഗാനമേള ഉണ്ട്. അതിന് പോകാമെന്ന് വെച്ച് ഇരുന്നപ്പോഴാണ് മഴ പെയ്തത്. പിന്നെ നമ്മൾ മടിച്ചു. പിന്നെ കമ്മ്യൂണിറ്റി ഓഫീസിൻ്റെ അവിടെ നിന്നപ്പോഴാണ് പാചകക്കാർക്ക് വേണ്ടി ആഹാരം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത്. അപ്പോൾ എന്തായാലും കോലിക്കോട്ട് പോയാലേ, അപ്പോൾ കോലിക്കോട്ടെ ലൈറ്റ് എടുക്കാമെന്ന് വെച്ച് ഞാൻ ലൈറ്റിൻ്റെ വീഡിയോ എടുത്തു. ഈ ഫോണിൽ എടുക്കാൻ ഇത്തിരി പാടായിരുന്നു. അടുത്ത ദിവസം ജിത്തുവിൻ്റെ ഫോൺ വാങ്ങിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ പറ്റിയില്ലെങ്കിൽ എന്ന് വെച്ചാണ് ഞാൻ ഈ ഫോണിൽ വീഡിയോ എടുത്തത്. കോലിക്കോട് പൗരസമിതിയാണ് ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കോലിക്കോട്ട് നിന്ന് നമ്മൾ തട്ടുകടയിൽ നിന്ന് ദോശയൊക്കെ വാങ്ങിച്ച് പാചകക്കാർക്ക് കൊടുത്തിട്ട് നമ്മൾ കണ്ണങ്കര അമ്പലത്തിലേക്ക് പോയി. കണ്ണങ്കര അമ്പലം ഇവിടെ തിരുവട്ടത്തല അമ്പലത്തിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെയാണ്. അവിടെയാണ് ഘോഷയാത്രയ്ക്കുള്ള ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള വണ്ടികളൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്നത്. ആ വണ്ടിയിൽ ലൈറ്റ് കെട്ടാൻ വേണ്ടി നമ്മൾ കമ്പൊക്കെ വെച്ച് വണ്ടിയിൽ കെട്ടി. രാത്രി 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയി. ഇനി നമ്മൾ അടുത്ത ദിവസത്തെ പരിപാടിക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ബൈ. ഇതിന് മുമ്പേ ഇട്ട വീഡിയോയ്ക്ക് തുടർച്ചയായിട്ട് ഓരോ ഉത്സവം കഴിയുമ്പോൾ അടുത്ത ദിവസം വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഉത്സവത്തിൻ്റെ തിരക്കിനിടെ സമയം കിട്ടിയില്ല. പിന്നെ ഞാനിട്ട വീഡിയോ രാവിലെ 5 മണി വരെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടതായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് ഒരുമാതിരി തളച്ച പോലെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഇടാമെന്ന്.